ഗ്ലോറി ടു ഗോഡ്. അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതത്തിനായി നിറഞ്ഞ മനസ്സോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് പ്രവേശിച്ച എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമേറിയ ശുഭദിനം ഞാൻ ആശംസിക്കുന്നു. ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു വചനമാണ്, അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കുന്നു. ഓരോ ദിവസവും ആത്മമണ്ഡലത്തിൽ സ്വർഗീയ ജീവികൾ നമുക്ക് തരുന്ന സംരക്ഷണം എത്ര വലുതാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ബൈബിൾ അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരുന്നു, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നമ്മെ മറയ്ക്കുന്നു. ആ കരുതൽ, ആ പരിപാലനം, ആ സ്നേഹം, ആ ശക്തി, ഇതൊക്കെ അനുഭവിക്കാൻ ആ തൂവലുകൾക്കകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ഭക്തന് കഴിയും. കേവലം ദൈവം തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊരു തണൽ മാത്രമായിരിക്കാൻ ആഗ്രഹിക്കരുത്. അവൻ്റെ തൂവലുകൾ ഒരിക്കലും ഒരു തണൽ മാത്രമല്ല. ആ ചൂടിനകത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ചൂടിനാൽ വളരാൻ കഴിയും. ആ തണലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിനകത്തുനിന്ന് ലഭിക്കുന്ന സംരക്ഷണത്തിനകത്തും വ്യാപരിക്കുന്ന ശക്തിയാൽ വളരാൻ കഴിയും. കേവലം ദൈവത്തിൻ്റെ തൂവൽ നിങ്ങളൊരു പക്ഷിയുടെ തൂവലിനോട് ഉപമിക്കരുത്. അവൻ്റെ തൂവലുകൾക്കകത്തുണ്ട് സകലതും. എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ ആ വചനം കേൾക്കുമ്പോൾ അകത്തൊരു കത്തൽ അനുഭവിക്കുന്നുണ്ട് ദൈവമക്കളെ. എന്നെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്ന ദൈവത്തിന് തണലുകൊണ്ട് ജീവിക്കാൻ കഴിയത്തില്ല എന്നറിയുന്നത് പോലെ എന്നെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്ന ദൈവത്തിന് സദാകാലവും ശക്തിയില്ലാതെ അതിനകത്തിരിക്കാൻ കഴിയത്തില്ല എന്നറിയുന്നത് പോലെ എന്നെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്ന ദൈവത്തിന് എനിക്ക് എൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് എന്നറിയുന്നത് പോലെ തൂവലുകൾക്കകത്ത് മറയ്ക്കുന്നവന് നിന്നെക്കുറിച്ചെല്ലാം അറിയാം കേട്ടോ. കേവലം ഒരു തണലിനായി മാത്രമല്ല തൂവൽ, കേവലം ഒരു സംരക്ഷണ വലയം മാത്രമല്ല തൂവൽ. അതിനകത്തിരിക്കുന്ന കുഞ്ഞിനോട്, അതിനകത്തിരിക്കുന്ന ഒരു പക്ഷിയോട് ചോദിച്ചാൽ അത് പറയും, എനിക്കിതിനകം വിട്ട് പുറത്തോട്ട് പോകാൻ തോന്നുന്നില്ല. എനിക്ക് ഈ ചൂടിൽ, ഈ തണലിൽ, ഈ കംഫർട്ടിൽ, ഈ ശക്തിയിൽ, ഈ സുരക്ഷിതത്വത്തിൽ എനിക്ക് പാർത്താൽ മതി. ഇതുപോലെയാണ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ മറയ്ക്കുമ്പോൾ അതിനകത്തെല്ലാം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നൊരു ഭക്തനെ ഇന്ന് പകൽ ദൈവത്തിന് വേണം. തിരിച്ചറിയുന്നൊരു ഭക്തന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് പലതും ചെയ്യാൻ കഴിയും. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? തിരിച്ചറിയുന്ന ഒരു ഭക്തൻ. ആത്മീയ ജീവിതത്തിൽ തിരിച്ചറിവുകളാണ് ഏറ്റവും പ്രധാനം. തിരിച്ചറിവുകളില്ലാത്തവനെ സാത്താൻ ചുഴറ്റിക്കളയും. തിരിച്ചറിവുകളില്ലാത്തവനെ സാത്താൻ പാറ്റിക്കളയും. തിരിച്ചറിവുകളില്ലാത്തവനെ സാത്താൻ വഞ്ചിക്കും. എന്നാൽ തിരിച്ചറിവുകൾ ഉള്ളവനെ ദൈവം ഉപയോഗിക്കും. ഈ പ്രഭാതത്തിൽ ഈ ആലോചന താങ്കളെ ദൈവം കേൾപ്പിക്കുന്നതിൻ്റെ സാരം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ ധ്വനി എന്നത്, ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. ദൈവത്തിന് നിങ്ങളെ വേണം. ദൈവം തൻ്റെ തൂവലുകൾ കൊണ്ട് അനേക ഭക്തന്മാരെ മറച്ച കൂട്ടത്തിൽ താങ്കളെയും മറച്ചതിൻ്റെ പിന്നിലെ ഉദ്ദേശം ഇതാണ്: ദൈവത്തിന് നിങ്ങളെ വേണം. ഇതുപോലൊരു തിരിച്ചറിവ് നടന്നൊരു വ്യക്തിയാണ് യബ്ബേസ്. യബ്ബേസിനെ കുറിച്ച് ബൈബിളിൽ ഒറ്റ ഭാഗത്ത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, 2 ഭാഗത്ത് പറയുന്നു. ഒരുപക്ഷേ നിങ്ങൾ അതാദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത്.
യബ്ബേസിനെ കുറിച്ച് രണ്ട് ഭാഗത്ത് പറയുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും യബ്ബേസ് എന്ന പദം നമുക്ക് രണ്ട് ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. അത് രണ്ടും ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ തന്നെയാണ്. ഇന്നത്തെ വചനത്തിനാധാരമായി 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 9 മുതൽ 10 വരെയുള്ള 9ഉം 10ഉം വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ വായിക്കാം. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ച അപേക്ഷ ദൈവം അവന് നൽകി. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ പറഞ്ഞല്ലോ, തിരിച്ചറിവുകളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തെ സമ്പുഷ്ടമാക്കി തീർക്കുന്നത്, സമ്പന്നമാക്കി തീർക്കുന്നത്, ആത്മീയ സമ്പന്നനാക്കി തീർക്കുന്നത് തിരിച്ചറിവുകളാണ്. യബ്ബേസിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവനെ വ്യസനത്തോടെ അവന്റെ അമ്മ പ്രസവിച്ച പുത്രൻ. പക്ഷേ തന്റെ സഹോദരന്മാരെക്കാൾ അവൻ മാന്യനായിരുന്നു എന്ന് ബൈബിൾ പറയുമ്പോൾ ഒന്നാമത്തെ മാന്യത എന്തെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിന്റെ ദൈവത്തെ അവൻ അറിയാമായിരുന്നു. അതാരാ, അവനാരാ എന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞ ഒരാത്മീയ സമ്പന്നനായി ഞാൻ യബ്ബേസിനെ ആദ്യം കാണുന്നു. എനിക്ക് 1-2 കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് പറയാതെ വയ്യ. കാരണം യബ്ബേസിന്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണെങ്കിലും അയ്യോ, ഒരു 2 വാക്യത്തിനകത്ത് അല്ല, ഒരു വാക്യത്തിനകത്ത് 9ഉം 10ഉമാണ് യബ്ബേസിനെ കുറിച്ച് പറയുന്നതെങ്കിൽ അതിൽ 10ാമത്തെ ഒറ്റ വാക്യത്തിനകത്ത് 5 പ്രയർ പോയിന്റുകൾ വെച്ച് 5 പ്രയർ പോയിന്റുകൾക്കകത്തു നിന്ന് ദൈവത്തെ കൊണ്ട് ഉത്തരം റിലീസ് ചെയ്ത അസാധാരണമായ തിരിച്ചറിവുള്ളൊരു മനുഷ്യൻ. ഇന്ന് രാത്രിയിൽ ഇതൊരു ശബ്ദമാണ്, ഇതൊരു ദൈവ ശബ്ദമാണ് കുഞ്ഞെ. 10ാമത്തെ വാക്യത്തിനകത്ത്, ഒരൊറ്റ വാക്യത്തിനകത്ത് 5 പ്രയർ പോയിന്റുകൾ വെച്ച് ഒറ്റ അടിക്ക് ദൈവത്തെ കൊണ്ട് ഉത്തരം റിലീസ് ചെയ്ത സ്വർഗീയ വേഗതയിൽ പ്രാർത്ഥിക്കുന്ന അസാധാരണ അഭിഷേകമുള്ളൊരു മനുഷ്യൻ എന്ന് പറയുന്നതിലും തെറ്റില്ല. ഇന്ന് രാത്രിയിൽ കുഞ്ഞെ, യബ്ബേസിന് അറിയാം, ഞാൻ പ്രാർത്ഥിച്ചാൽ മറുപടി റിലീസ് ചെയ്യപ്പെടും. ഞാൻ പ്രാർത്ഥിച്ചാൽ മറുപടികൾ ഉരുവായി വരും. ഞാൻ പ്രാർത്ഥിച്ചാൽ അതിരുകളുടെ പരിമിതികൾ പൊട്ടും. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇതൊരു തിരിച്ചറിവാണ്. യബ്ബേസ് അറിഞ്ഞ ദൈവത്തെ എനിക്കും നിങ്ങൾക്കും കൂടെ അറിയാൻ കഴിഞ്ഞാൽ, യബ്ബേസ് അറിഞ്ഞതുപോലെ ഞാനും നിങ്ങളും ഒന്ന് അറിഞ്ഞാൽ, ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ, ചില ശാപങ്ങൾ അങ്ങ് പൊട്ടി മാറും, ചില ബന്ധനങ്ങൾ അങ്ങ് അഴിഞ്ഞു പോകും, ചില അടിമത്തങ്ങൾ അങ്ങ് തകർന്നു മാറും. ഒരു ഭയങ്കരമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. നോക്കൂ, 10ാമത്തെ പോയിന്റിനകത്ത്, 10ാമത്തെ വാക്യത്തിനകത്ത് സംക്ഷിപ്തമായിരിക്കുന്ന യബ്ബേസിന്റെ പ്രാർത്ഥനയിൽ, അതേ വാക്യത്തിൽ തന്നെ ദൈവത്തിന്റെ മറുപടിയും നൽകപ്പെട്ടു എന്ന് പറയുമ്പോൾ, യബ്ബേസ് അറിഞ്ഞ 2ാമത്തെ ദൈവം, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് താൻ മനസ്സിലാക്കിയ 2ാമത്തെ പോയിന്റ് ഇതാ: നൽകുന്ന ദൈവം. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? നമ്മുടെ ദൈവം പ്രാർത്ഥിച്ചയച്ചു കൊടുക്കാനുള്ളൊരു ദൈവമായിട്ടാണോ തോന്നുന്നത്? എന്നാ കേട്ടോ, യബ്ബേസ് അറിഞ്ഞ ദൈവം നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നോക്കൂ, യബ്ബേസ് എന്ന വാക്കിന്റെ അർത്ഥം വേദന ഉളവാക്കുന്നവൻ എന്നാണ്. എന്നാൽ വളരെ രസകരമായ ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എഴുത്തുകാരൻ, അല്ലെങ്കിൽ ദൈവം. ഇവിടെ ഒരു യഹൂദനെ
കുടുംബ ബന്ധങ്ങൾ ഇല്ലാത്തവനായിട്ടും എന്നാൽ തൻ്റെ സഹോദരങ്ങളെക്കാൾ മാന്യനായിട്ടും എണ്ണിയിരിക്കുന്നു. അത് സത്യമല്ലേ? എന്നെ കേൾക്കുന്ന കൂടപ്പിറപ്പേ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സത്യമല്ലേ? യബ്ബേസിനെ, ഒരു യഹൂദനാകുന്ന യബ്ബേസിനെ കുടുംബ ബന്ധങ്ങൾ ഇല്ലാത്തവനായിട്ടും എന്നാൽ തൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിട്ടും ഇവിടെ പരിശുദ്ധാത്മാവ് അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്കൊക്കെ എല്ലാ പേരും ഉണ്ടെങ്കിലും ആരുമില്ലാത്തവരെ പോലെയൊക്കെ തന്നെയാണ് ഏറെക്കുറെ ആൾക്കാരുടെയും ജീവിതം. പ്രത്യേകിച്ച് കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരുടെ കൂടെ ഉള്ള അനുഭവം മറ്റൊന്നാകാൻ സാധ്യതയില്ല. എന്നാൽ അവരെക്കാൾ സമ്പന്നന്മാരായി, അവരെക്കാൾ സ്വസ്ഥതയുള്ളവരായി, അവരെക്കാൾ ആത്മീയ സമ്പത്തുള്ളവരായി, അവരെക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവരായി, അവരെക്കാൾ സമാധാനമുള്ളവരായി, ഒരു വാക്കൂടെ ചേർത്ത് പറയട്ടെ, അവരെക്കാൾ ഉറപ്പുള്ളവരായി, നമ്മുടെ ദൈവത്തിലുള്ള ഉറപ്പ്, പ്രാർത്ഥനയിലുള്ള ഉറപ്പ്, ഉപവാസത്തിലുള്ള ഉറപ്പ്, ദൈവശബ്ദത്തിലുള്ള ഉറപ്പ്, വചനത്തിലുള്ള ഉറപ്പ്, ഉറപ്പുള്ളവരായി, മാന്യന്മാരായി ദൈവം നമ്മയൊക്കെ നിർത്തിയിരിക്കുന്നത് യബ്ബേസിന്റെയും ജീവിതത്തിലെ ഒരനുഭവമായിരുന്നു. അവന്റെ അമ്മ അവനെ വേദനയോടെ പ്രസവിച്ചതിനാൽ അവന് യബ്ബേസ് എന്ന പേർ വിളിച്ചു. എന്നാൽ അവൻ ഒരു കാര്യം അറിയാമായിരുന്നു. അവൻ പ്രാർത്ഥിച്ചാൽ ദൈവം അവന് ഉത്തരമരുളുമെന്നുള്ളൊരു ശ്രദ്ധേയമായൊരു കാര്യം ആ മകൻ വളർന്നു വന്നപ്പോൾ അവന്റെ ഉള്ളത്തിലുണ്ടായിരുന്നു. എന്തായാലും യബ്ബേസ് എന്ന ഈ ഒരു പേര് ഒരു രസകരമായ നിലയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു പട്ടണത്തിന്റെ പേരും കൂടെയാണ്. ഒരുപക്ഷേ യബ്ബേസിന്റെ പേര് തന്നെ ആയിരിക്കുമോ ആ പട്ടണത്തിനിട്ടത്? അറിയില്ല. അതിനെക്കുറിച്ച് അധികം വിവരമൊന്നും നമുക്ക് ലഭ്യമല്ല. എന്തായാലും യബ്ബേസിന്റെ പ്രാർത്ഥനയിൽ ചില അതിരുകളെ പൊളിക്കണമെന്ന് യബ്ബേസ് ദൈവത്തോട് പറയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, നീ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ദൈവിക വ്യവസ്ഥയിൽ നിൽക്കുന്ന, ദൈവവചനത്തിനകത്ത് നിൽക്കുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥന പോലെ ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അനേക പ്രവാചകന്മാരിൽ ഒരുവനാകുന്ന ഏലിയാവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എലീശ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ദൈവം. ഒരുപക്ഷേ യബ്ബേസിന്റെ പേരായിരിക്കുമോ ആ പട്ടണത്തിലിട്ടത്? അറിയില്ല. എന്തായാലും ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം അതിന്റെ 2-ാമത്തെ അധ്യായം 55-ാമത്തെ തിരുവെഴുത്തിനകത്ത് നമുക്ക് ആ പട്ടണത്തിന്റെ പേര് കാണാൻ കഴിയും. 54 മുതൽ വായിക്കാം. ശൽമയുടെ പുത്രന്മാർ ബെത്ലഹേം, നെതോഫാത്യർ, അത്രോത്ബേത്ത്, യോവാബ്, മാനഹത്യരിൽ പകുതി സോര്യർ. 55-ാമത്തെ വാക്യം, യബ്ബേസിൽ പാർത്തു വന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങളാണിത്. കണ്ടോ, യബ്ബേസിൽ പാർത്തു വന്ന ശാസ്ത്രജ്ഞന്മാർ. അപ്പൊ ശാസ്ത്രജ്ഞന്മാർ പാർത്തിരുന്ന സ്ഥലമായിരുന്നു യബ്ബേസ്. ഒരുപക്ഷേ യബ്ബേസിന്റെ പേരായിരിക്കാം ആ പട്ടണത്തിൽ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ യബ്ബേസ് തന്നെ ആയിരിക്കാം. അറിയില്ല. ഒരുപാട് കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് നിവർത്തിയില്ല. യബ്ബേസിൽ പാർത്തു വന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങളാണിത്. തിരാത്യർ, ശിമയാത്യർ, സുഖാത്യർ. ഇവർ രേഖാബ് ഗൃഹത്തിന്റെ അപ്പനായ ഹമാത്തിൽ നിന്നുത്ഭവിച്ച കേന്യരാകുന്നു. കണ്ടോ, അപ്പൊ യബ്ബേസ് എന്ന് പറയുന്ന സ്ഥലവും നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എനിവേ, ഇവിടെ ഒരു വളരെ ശക്തമായ പ്രാർത്ഥന, ഒരു പട്ടണത്തിന്റെ പ്രാർത്ഥന. യബ്ബേസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിന്റെ പ്രാർത്ഥന. അടുത്തൊരു വാക്കും കൂടെ, യബ്ബേസ് എന്ന് പറയുന്ന ഒരു യഹൂദന്റെ പ്രാർത്ഥന വേദപുസ്തകത്തിൽ വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് ലോകമെമ്പാടും യബ്ബേസിന്റെ പ്രാർത്ഥന എന്നതിനെ അറിയപ്പെടുന്നു. അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവരെ? അത്ഭുതമല്ലേ? 10-ാമത്തെ വാക്യത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 10-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിക്കുകയും 10-ാമത്തെ വാക്യത്തിൽ തന്നെ ദൈവത്തെ കൊണ്ട് ഉത്തരമരുളിക്കുകയും ചെയ്ത ഒരു അനുഗ്രഹീതന്റെ പ്രാർത്ഥന. ഒരു അനുഗ്രഹമല്ലേ? ഇന്ന് രാത്രി, ഇന്ന് പകലിലും ഈ സന്ദേശം
എൻ്റെ മാന്യ സുഹൃത്ത് കേട്ടോണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കുക, പ്രാർത്ഥിച്ച് 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 കാലം കഴിഞ്ഞു പോകുകയല്ല കേട്ടോ. പ്രാർത്ഥിച്ച് നീ ഉത്തരം നേടുന്ന തലത്തിലേക്ക് ആത്മാവ് നിന്നെ ഉയർത്താൻ പോകുക. പ്രാർത്ഥിച്ച് ഉത്തരം നേടുന്ന ഒരു അഭിഷേകം ദൈവം നിനക്ക് പകരാൻ പോവുക. യബേസിന്റെ 5 അപേക്ഷകളെ നമുക്ക് വായിച്ച വചനത്തിനകത്ത് കാണാൻ കഴിയും. 1, നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം. 2, എൻ്റെ അതിർ വിസ്താരമാക്കണം. 3, നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. 4, അനർത്ഥത്തിൽ നിന്ന് എന്നെ കാക്കണം. 5, വ്യസനത്തിൽ നിന്ന് എന്നെ കാക്കണം. ഈ 5 അപേക്ഷകളും ഒരു ശരാശരി മനുഷ്യനിൽ നിന്ന് ദൈവം കേൾക്കുന്ന ഏറ്റവും സാധാരണമായിട്ടുള്ളൊരു അപേക്ഷകളാണിത്. പക്ഷേ ദൈവം യബ്ബേസിന്റെ പ്രാർത്ഥന കേട്ടു. അതൊരു ഭയങ്കര പോയിന്റാണ്. എന്താണെന്നറിയാവോ? ഈ 5 അപേക്ഷകളും ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ദൈവം കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രാർത്ഥനകളാണ്. ആർക്കും ആഗ്രഹമില്ലാത്ത എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. നിങ്ങൾ ആരും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയാണോ? അല്ല, ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ അതിർ വിസ്താരമാക്കണം. നിങ്ങൾ ആരും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയാണോ? അല്ല, ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണേ കർത്താവേ. നിങ്ങളും പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കും. അനർത്ഥത്തിനൊന്നും എന്നെ പെടുത്തല്ലേ, എൻ്റെ കുടുംബത്തെ പെടുത്തല്ലേ, കാത്തുകൊള്ളണേ കർത്താവേ. നിങ്ങളും പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കും. വ്യസനത്തിൽ നിന്ന് എന്നെ കാക്കണം. ആർക്കും വ്യസനിക്കാൻ ഇഷ്ടമല്ല. നിങ്ങളും പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കും. നോക്കൂ, ഒരു ശരാശരി മനുഷ്യന്റെ പ്രാർത്ഥനയാണ് ദൈവം 24 മണിക്കൂറും ഉറക്കമില്ലാതെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. കോടിക്കണക്കിന് ലോകം മുഴുവനുമുള്ള ജനങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എന്നാൽ ഇതിനകത്ത് ബന്ധങ്ങൾ ഉണ്ടായിട്ടും ബന്ധുക്കളില്ലാത്ത, എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവനെ പോലെ ഇരിക്കുന്ന യബ്ബേസിന്റെ ശരാശരി പ്രാർത്ഥന എൻ്റെ ദൈവത്തിൻ്റെ കാതുകളെ തുളച്ച് കയറണമെങ്കിൽ അതൊരു വല്ലാത്ത പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും നിരാശയുടെയും അവഗണിക്കലിൻ്റെയും ആകുലതകളുടെയും സംഘർഷത്തിൻ്റെയും നടുവിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ, നിനക്കറിയുന്ന രീതിയിൽ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒരിക്കലും തഴയപ്പെടത്തില്ല കേട്ടോ. ഒരിക്കലും അത് തഴയപ്പെടത്തില്ല. അത് ദൈവം കൈക്കൊള്ളും. ദൈവം കൈക്കൊള്ളുക മാത്രമല്ല, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും. അവർ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഞാൻ അറിയും. നമ്മുടെ ദൈവം അങ്ങനത്തെ ഒരു ദൈവമാണ്. നീ നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം, നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം. ഇത് പകലിൽ ഇതെത്ര പേർക്ക് പറയാൻ കഴിയും? കർത്താവേ, നീ എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിച്ച്. അടുത്ത വാക്ക്, എൻ്റെ അതിർ വിസ്താരമാക്കണം. എനിക്ക് വ്യസനകാരണമായി ഒന്നും തീരരുത്. നോക്കുക, അപേക്ഷ ഒന്നാമത്തേത് ഇതാണ്, നിശ്ചയമായിട്ടും എന്നെ അനുഗ്രഹിക്കണം. ഈ അനുഗ്രഹം എന്ന പദത്തിന് ബെറാഖ് എന്നാണ് എബ്രായ പദത്തിൽ കൊടുത്തിരിക്കുന്നത്. ബെറാഖയല്ല, ബെറാഖ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെറാഖ് എന്ന വാക്കിന്റെ അർത്ഥം വിജയത്തിനായി ശക്തീകരിക്കപ്പെട്ടവൻ എന്നാണ്. എത്ര പേർക്ക് ബോധ്യം? അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, യബ്ബേസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ചുമ ജൽപ്പനങ്ങളല്ല, അറിഞ്ഞുള്ള പോയിന്റ് പഞ്ചിൽ പ്രാർത്ഥിക്കും. നമ്മൾ വെറുതെ ജൽപ്പനം ചെയ്യേണ്ട കാര്യമില്ല, കുറെ വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. ദൈവത്തോടൊരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രാസവും അതുപോലെ ഗ്രാമറും ഒന്നും കുത്തിത്തിരികേണ്ട കാര്യമില്ല. ഡയറക്ട്ലി പറയുക. ദൈവത്തിന് അതാ ഇഷ്ടം. കാരണം യേശു പറയുന്നത് കപടഭക്തിക്കാരെ പോലെ ആകരുതെന്ന്. ഇന്ന് വേദനിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അയ്യോ, അവർ പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ, അവർ അന്യഭാഷ പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ വേദനിച്ച് പ്രാർത്ഥനയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ സഭകളിലും വേദികളിലും ഒക്കെ അവസരം ലഭിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന ചിലരെ നോക്കി ആത്മാവ് പറയുക, കുഞ്ഞെ, യബ്ബേസിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒറ്റവാക്യത്തിൽ നിന്ന പ്രാർത്ഥനയാണ്. ഒറ്റവാക്യത്തിൽ തന്നെ പ്രാർത്ഥനയും മറുപടിയും നേടിയ ഒരേ ഒരു ഭക്തനെ ബൈബിളിലുള്ളൂ, അത് യബ്ബേസാണ്.
ഗ്ലോറി ടു ജീസസ്. ബറാക്ക് എന്ന വാക്കിന്റെ അർത്ഥം, എബ്രായ പദത്തിന്റെ അർത്ഥം വിജയത്തിനായി ശക്തീകരിക്കപ്പെട്ടവൻ. വിജയത്തിനായി ശക്തീകരിക്കപ്പെട്ട. അപ്പൊ എബ്ബേസ് പ്രാർത്ഥിച്ചത് എന്താ? എൻ്റെ ദൈവമേ, നീ എന്നെ വിജയത്തിനായി ശക്തീകരിക്കണമേ, വിജയത്തിനായി ശക്തീകരിക്കണമേ. നോക്കുക, പ്രാർത്ഥനയിൽ ഒരു വിജയം വേണമെങ്കിൽ, ജീവിതത്തിൽ ഒരു വിജയം വേണമെങ്കിൽ, കുടുംബത്തിൽ ഒരു വിജയം വേണമെങ്കിൽ, ശുശ്രൂഷയിൽ ഒരു വിജയം വേണമെങ്കിൽ, നിങ്ങൾ ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ടവനായിരിക്കണം. ലോകം അന്നും ഇന്നും എന്നും ഒരുവന്റെ ശക്തിയെയാണ് ചോർത്തിക്കളയാൻ ശ്രമിക്കുന്നത്. മനഃശക്തിയെ ചോർത്തിക്കളയാൻ ശ്രമിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസത്തെ ചോർത്തിക്കളയാൻ ശ്രമിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസത്തിന്റെ ശക്തി, ഇതെല്ലാം ശക്തിക്ക് ആധാരമാണ്. നിശ്ചയദാർഢ്യത്തെ ചോർത്തിക്കളയാൻ ശ്രമിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മവിശ്വാസത്തെ ചോർത്തിക്കളയാൻ ശ്രമിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അഭിഷേകത്തെ. എന്നാൽ സഹോദരങ്ങളെ, എബ്ബേസ് പറയുന്നു, ഒന്നാമത്തെ കാര്യം അതിര് വിസ്താരാക്കാനല്ല. ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യണമെങ്കിലും ശക്തീകരണം ആവശ്യമാണ്. ഇന്ന് പകലിൽ നീ ജീവിതഭാരം കൊണ്ട് അശക്തനായിരിക്കുകയാണെങ്കിൽ, നിരാശകളും ആകുലതകളും സംഘർഷങ്ങളും ആദിയും കൊണ്ട് അശക്തനായിരിക്കുകയാണെങ്കിൽ, ദാ ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, എബ്ബേസിന്റെ ദൈവം, ശക്തീകരിക്കുന്ന ദൈവം, വിജയത്തിനായി ശക്തീകരിക്കുന്ന ദൈവം നിന്റെ കരത്തെ പിടിക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ അപേക്ഷ, നീ എൻ്റെ അതിർ വിസ്താരമാക്കണം. നീ എൻ്റെ അതിർ വിസ്താരമാക്കണം. പരിമിതികളെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. തനിക്കുള്ള അവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് താൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ തനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അത് കേവലം ഒരു സ്ഥലത്തിന്റെ വിശാലതയെ കാണരുത്. ആമേൻ, ആമേൻ. സ്ഥലത്തിന്റെ വിശാലതയും കൂടെ തരുന്നവനാണ് ദൈവം. ഇന്ന് സ്വന്തമായി ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പണിതു തുടങ്ങിയ ഭവനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്പം കൂടെ നല്ലൊരു മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കുറച്ചുകൂടെ നല്ലൊരു പാക്കേജ് ഉള്ള ജോലിക്ക് വേണ്ടി നോക്കുന്ന ദൈവമക്കളൊക്കെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, നിന്റെ അതിരുകളെ വിസ്താരമാക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പകൽ സംസാരിക്കുന്നത്. പരിമിതികളാണ് പലപ്പോഴും മനുഷ്യനെ പരിമിതപ്പെടുത്തുന്നത്. ഒരു മനുഷ്യന് പരിധികൾ നിശ്ചയിക്കുന്നത് പരിമിതികളാണ്. നിങ്ങൾക്ക് വീട്ടിൽ പ്രാർത്ഥിക്കാൻ പരിമിതിയുണ്ടോ? ചർച്ചിൽ പോകാൻ പരിമിതിയുണ്ടോ? ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പരിമിതികളുണ്ടോ? ഒത്തിരി ആഗ്രഹങ്ങളുണ്ടെങ്കിലും കഴിയാത്തതുപോലെ പരിമിതികളുണ്ടെങ്കിൽ, ഒറ്റവാക്യത്തിൽ പ്രാർത്ഥനയും മറുപടിയും നേടിയ ഒരു ഭക്തന്റെ പ്രാർത്ഥന ഏറ്റു പ്രാർത്ഥിച്ചാട്ടെ, ദൈവമേ, എൻ്റെ അതിരുകളെ വിസ്താരമാക്കണമേ. ഇന്ന് പകലിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിന്റെ ലൈഫിലെ പരിമിതികൾ, നിന്റെ ലൈഫിലെ പരിമിതികൾ, ലിമിറ്റേഷൻസ് എൻ്റെ ദൈവം പൊളിച്ചു മാറ്റാൻ പോകുക. ചെയ്യുന്ന ദൈവമാ, ചെയ്ത ദൈവമാ. മൂന്നാമത്തെ അപേക്ഷ, നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. ഭയങ്കര പ്രധാനാട്ടോ. ഞാൻ ഈ കൈയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ 2-3 പ്രാവശ്യം. ഭയങ്കര പ്രധാന. ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ, ദൈവത്തിന്റെ കൈ തികച്ചു വേണ്ട, ദൈവത്തിന്റെ വിരല് മതി. വചനമുണ്ട്, ദൈവത്തിന്റെ കൈ തികച്ചു വേണ്ട കേട്ടോ. നമ്മുടെ ഒന്നും ജീവിതത്തിലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാനും, നമ്മളൊരു അത്ഭുതമായി മാറാനും, നമ്മളൊരു അനുഗ്രഹമായി മാറാനും ഒക്കെ വിരല് മതി. ഇത് തിരിച്ചറിഞ്ഞ ആരാന്നറിയാവോ? ദൈവത്തിന്റെ വിരല് തന്നെ ധാരാളാന്ന്. ആരാന്നറിയാവോ? മിസ്രയീമിലെ മന്ത്രവാദികളാ, ക്ഷുദ്രപ്രവർത്തിക്കാരാ. ഗ്ലോറി ടു ജീസസ്. രസകരമായി തോന്നുന്നല്ലേ? എന്നാ കേട്ടോളൂ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്കറിയാത്ത പലതും പുറത്തുള്ള ആൾക്കാർക്കറിയാം. നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും നമുക്കറിയുന്നതിനേക്കാളൊക്കെ നന്നായി മറ്റു പലർക്കും അറിയാന്നേ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 8-ാമത്തെ അധ്യായം അതിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ നോക്കി അവരെ വിടുവിക്കേണ്ടതിന് ഫറവോന്റെ ഹൃദയം കഠിനമായിരിക്കുന്നത് കൊണ്ട് ദൈവം ഒരു 10 ബാധകളെ അയക്കുന്ന കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ അതിൽ ഒന്നിന്റെ പുറത്തേക്ക് ഞാൻ പോവുക.
എന്താണെന്നറിയാവോ? വളരെ ചെറിയ ഒരു സാധനം. ഞാൻ ഒത്തിരി വലിയ തവളയിലും പാമ്പിലും പഴുതാരയിലൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സാധനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. പേൻ. ഇസ്രായേലിൽ ദൈവം അയച്ച ബാധകളിൽ ഒന്നെന്ന് പറയുന്നത് പേനായിരുന്നു. അവിടെ ഫറവോൻ ഹൃദയം കഠിനമാക്കി വെച്ചേക്കുമ്പോ മോശയോട് ദൈവം പറയുന്നത്, നീ നിന്റെ വടി നിലത്തെ പൊടിയിലടിക്കുക. അങ്ങനെ തന്നെ അദ്ദേഹം ചെയ്യുകയും ചെയ്തു. പക്ഷെ അഹരോൻ എന്താ ചെയ്തതെന്നറിയോ? വടിയുടെ കൂടെ കൈയും കൂടെ നിലത്ത് പൊടിയിലടിച്ചു. എന്താ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരുന്നു? അവിടെ മുഴുവൻ മിസ്രയീമിലെ പൊടി മുഴുവനും, നിലത്തെ പൊടി മുഴുവനും പേനായി മാറി. ഇസ്രായേലിലെ സകല സ്ഥലങ്ങളും പേനായി മാറി. പൊടി മുഴുവൻ പേനായി മാറി. ഇത് കണ്ട മന്ത്രവാദികൾ അതുപോലെ ആക്കിയെടുക്കാനായിട്ട് ദുർമന്ത്രവാദം ചെയ്തു, അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്തു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് എന്തിനും ഈ ഭൂമിയിൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. പക്ഷെ ഒരു കാര്യം, എൻ്റെ ദൈവത്തെയും ദൈവപ്രവൃത്തികളെയും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ശ്രമിക്കുന്നത് തന്നെ മഹാദോഷം വരുത്തി വെക്കും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തെ പോലെ, അതാ ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച യേശുവിന്റെ ദൈവത്തെ പോൽ വേറെ ഒരു ദൈവമില്ല. നമ്മുടെ ദൈവത്തെയും ദൈവപ്രവൃത്തികളെയും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മന്ത്രവാദികൾ ചെയ്ത് തളർന്ന് വിയർത്ത് ചെന്ന് ഫറവോനോട് പറഞ്ഞു, അല്ലയോ യജമാനനെ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. പുള്ളി ചോദിച്ചു, അതൊക്കെ പിന്നെ പറയാടോ, ഇതെന്താ സാധനം എന്ന് പറ. അതോ ഇത് പേനല്ലേ? ഇത് പേനല്ല, ഇത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ വിരലുകളാണ്. പുറപ്പാട് പുസ്തകം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സമയക്കുറവ് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 8-ാമത്തെ അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമേ, ഇത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ വിരലാകുന്നു. മോനെ, നിന്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് വരുത്താനേ കർത്താവിനൊരു കൈ തികച്ചു വേണ്ട, അവന്റെ വിരല് തന്നെ മതി. ഹല്ലേലൂയ. അവന്റെ ഒരു വിരല് തന്നെ മതി. ഈ ദൈവത്തെക്കുറിച്ചാണ് യബ്ബേസ് അറിഞ്ഞത് കേട്ടോ. അവന്റെ കൈ ഒന്ന് തികച്ചു വേണ്ട എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ, എൻ്റെ ഈ ഭാരം ഒന്ന് എടുത്തു മാറ്റാൻ, എൻ്റെ ഈ നിരാശയൊന്ന് എടുത്തു മാറ്റാൻ, എൻ്റെ ജീവിതത്തിൽ ഒരു പുതുവഴി തുറക്കാൻ, ചില കഠിന ഹൃദയങ്ങളെയൊക്കെ ഉരുക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന്റെ കൈ തികച്ചു വേണ്ട, അവന്റെ ഒരു വിരല് തന്നെ മതിയെന്ന് അറിഞ്ഞ ഒരു ദൈവമാ കേട്ടോ യബ്ബേസ്. എന്റെ അതിരുകൾ വിശാലമാക്കാൻ കർത്താവിന്റെ കൈ ഒന്ന് തികച്ചു വേണ്ട, വിരളു മതി എന്ന് തിരിച്ചറിഞ്ഞവനാ കേട്ടോ യബ്ബേസ്. എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ അവന്റെ കൈ ഒന്ന് തികച്ചു തുറക്കണ്ട, അവന്റെ വിരള് തന്നെ മതി എന്ന് തിരിച്ചറിഞ്ഞവനാ കേട്ടോ യബ്ബേസ്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാണ് യഹോവയുടെ കരം ഏലിയാബിന്റെ മേൽ വന്നതും താൻ ആഹാബിന്റെ രഥത്തിനും കുതിരകൾക്കും ഉള്ളതിനേക്കാൾ വേഗത്തിൽ രഥത്തിനു മുൻപേ ഓടി ലക്ഷ്യസ്ഥാനം പിടിച്ചതും. കുഞ്ഞെ, ഇന്ന് മുമ്പോട്ട് പോകാൻ കഴിയാതെ ഇരുന്നു കൊണ്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ എൻ്റെ ഈ യാത്ര, എൻ്റെ ഈ ജീവിതം എങ്ങോട്ടാ? ദിവസവും നേരം പുലരുന്നു, അന്തിമയങ്ങുന്നു, നേരം പുലരുന്നു, അന്തിമയങ്ങുന്നു, നേരം പുലരുന്നു, അന്തിമയങ്ങുന്നു. ഇത് തന്നെയാണല്ലോ എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യം. എനിക്കിതിനപ്പുറം മറ്റൊന്ന് കാണാൻ കഴിയത്തില്ലേ? ഇതിനപ്പുറം ഈ പരിമിതി എനിക്ക് കടക്കാൻ കഴിയത്തില്ലേ എന്ന് ചിന്തിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ചിലത് മറികടക്കാൻ സമയമായി, നിന്റെ അതിരുകൾ വിശാലമാകാൻ സമയമായി, നീ ചിലരുടെ മുമ്പേ എത്താൻ സമയമായി, നീ ചിലരെ ഓവർടേക്ക് ചെയ്യാൻ സമയമായി, നീ ചില രഥങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ സമയമായി, നിന്നെ പുറകിലാക്കിയ ചിലതിനെ നീ മറികടക്കാൻ സമയമായി. ദൈവത്തിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. തന്റെ മൂന്നാമത്തെ അപേക്ഷയായിരുന്നു അത്. അടുത്തത്, അനർത്ഥത്തിൽ നിന്നും എന്നെ കാക്കണം. ഇത് നമ്മുടെ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയുമായി വളരെയേറെ ബന്ധമുള്ളതാണ്. മത്തായി എഴുതിയ സുവിശേഷം 6:13 യേശു പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. ഇന്ന് പകലിലും കുഞ്ഞെ, നിന്നെ ഒരനർത്ഥത്തിലും വിടാതെ കാക്കുന്ന ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. 5-ാമത്തെ അപേക്ഷയും കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. എനിക്ക് അനർത്ഥം, എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം നീ എന്നെ കാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ
ഈ സന്ദേശം ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് യബ്ബേസിലേക്ക് തിരിഞ്ഞു നോക്കാം. കാരണം താൻ അറിഞ്ഞ ദൈവം പരിമിതികളുടെ ദൈവമല്ല. ഒരു കാര്യം അങ്ങനെ തന്നെ ഇട്ടേക്കുന്ന ഒരു ദൈവമല്ല, അതിന് മാറ്റം വരുത്തുന്ന ദൈവം. കാരണം ദൈവം സൃഷ്ടിച്ച ഒന്നിനാണ് ഒരു വിശാലത വന്നേ പറ്റൂ കർത്താവേ എന്ന് പറഞ്ഞത്. ദൈവം സൃഷ്ടിച്ച ഒന്നിനാണ്. നോക്കൂ, ദൈവം ഉണ്ടാക്കിയ അതിരുകളോടാണ് യബ്ബേസ് പ്രാർത്ഥിച്ച് പറയുന്നത്, അപ്പനെ ഈ അതിരുകൾ എനിക്കൊരു വിശാലത വരുത്തണം. ദൈവം സൃഷ്ടിച്ച് നിങ്ങളെ ഏൽപ്പിച്ച ചില വ്യക്തികളുടെ മനോഭാവങ്ങൾക്കൊരു വിശാലത വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, മനസ്സിനൊരു വിശാലത വരണമെന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ചില കഠിനതകൾ നീങ്ങിപ്പോകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ചില വേദനകൾ നീങ്ങിപ്പോകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഈ പ്രഭാതത്തിൽ യബ്ബേസിനോടുകൂടെ ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. മാറ്റം വരുത്താൻ കഴിയുന്ന ദൈവത്തിന്റെ കരമുണ്ട് കേട്ടോ. ഈ പ്രഭാതത്തിൽ അത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. വിശ്വസിച്ച് ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ആമേൻ. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ജോലി, അതിനകത്ത് ഒരു വിശാലത, എടുത്തൊന്നും മാറ്റണ്ട, അതിനകത്തൊരു വിശാലത സ്വർഗത്തിന് ചെയ്യാൻ കഴിയും. തൻ്റെ കരം തികച്ചു വേണ്ട, തൻ്റെ വിരലുകൾ തന്നെ അധികമാണ് എന്ന് ബൈബിൾ പറയുമ്പോൾ, കുഞ്ഞെ, മിസ്രയീമിനെ മുഴുവൻ വട്ടുപിടിപ്പിക്കുന്ന അവസ്ഥയിലാക്കി കഴിഞ്ഞ ദൈവത്തിൻ്റെ വിരലിന് ഇത്രയൊക്കെ ചെയ്ത് കാണിക്കാൻ കഴിയുമെങ്കിൽ, യബ്ബേസ് ചോദിക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ്. ഈ പ്രഭാതത്തിൽ ആ കരമൊന്ന് വെളിപ്പെട്ടാൽ എന്തുമാത്രം ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. എല്ലാ കണ്ണുകളും കർത്തൃസന്നിധിയിൽ ഈ വചനത്തിൻ്റെ മുമ്പിൽ ഭയഭക്തിയോടെ അടയട്ടെ. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുക. നല്ല കർത്താവേ, ഈ സമയം ദൈവകരങ്ങളിലേക്ക് ഈ ജനത്തെ സമർപ്പിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവജനത്തിൻ്റെയും ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ നടക്കട്ടെ കർത്താവേ. യബ്ബേസ് അറിഞ്ഞ ദൈവത്തെ ഞങ്ങളും അറിയുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളും ഈ 5 അപേക്ഷ ദൈവസന്നിധിയിൽ വെക്കുന്നു. ഭക്തൻ ദൈവസന്നിധിയിൽ 10ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിച്ചു. 10ാമത്തെ വാക്യത്തിൽ തന്നെ ഉത്തരം ദൈവത്തെ കൊണ്ട് പുറപ്പെടുവിച്ച തൻ്റെ വിശ്വാസം പോലെ ഞങ്ങളുടെയും ഹൃദയത്തിൽ ഒരു വിശ്വാസം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധങ്ങൾ ഉണ്ടായിട്ടും ബന്ധുക്കളില്ലാതെ ഒറ്റപ്പെടൽ അനുഭവിച്ച, വേദന അനുഭവിച്ച, വ്യസനം അനുഭവിച്ച യബ്ബേസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വചനം പറയുന്നല്ലോ കർത്താവേ, അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകി. കുഞ്ഞേ, നിന്നോടുള്ള പ്രവചന ശബ്ദമാണ് ഈ പ്രഭാതത്തിൽ. നീ ചോദിച്ചത് ദൈവം നിന്റെ കരങ്ങളിലേക്ക് തരാൻ പോവുക. നീ ചോദിച്ചവർ ദൈവം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പോവുക. നീ ചോദിച്ചത്, നീ അപേക്ഷിച്ചത് പരിശുദ്ധാത്മാവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോവുക. കർത്താവേ, ഞങ്ങൾ ഈ വചനം വിശ്വസിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായിരിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടെ അയച്ചു കൊടുത്ത് ഇത് കേൾക്കാൻ പറയുക. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമുക്ക് ഈ ചാനലിൽ സന്ദേശങ്ങൾ അവൈലബിൾ ആണ്. വൈകുന്നേരം 6:30 മണിക്ക് നമുക്ക് ലൈവ് മീറ്റിംഗ് ഉണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 6:30 മണി മുതൽ 8 മണി വരെ നമുക്ക് ലൈവ് മീറ്റിംഗ് ഉണ്ട്. അത് കാണാൻ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ കിടക്കുന്ന ഓരോ സന്ദേശങ്ങളും ദൈവത്തിന് നിങ്ങളോടുള്ള ശബ്ദങ്ങളാണ്, ആലോചനകളാണ്. നിങ്ങൾ സമയം പോലെ ഓരോന്നും കേൾക്കുക, നിങ്ങൾ മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ദൈവം വലിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ അത്യുന്നതൻ്റെ തൂവലിൻ്റെ മറവിൽ അവൻ നമ്മെ മറച്ചു സൂക്ഷിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ഒരു ശുഭദിനം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. ഗുഡ് ബൈ.